ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇറ്റ്സ് മീ ഡോക്ടർ ആസിഫ് ഫ്രം ഡോപ്പ. സോ നമ്മൾ നീറ്റ് 2026 സ്ട്രാറ്റജീസ് എക്സ്പ്ലനേഷൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന ആൾക്കാർ 2025 എക്സാം എഴുതിയ ആൾക്കാരാണ് മെജോറിറ്റി. അതിൽ +2 കൂടെ എഴുതിയ ആൾക്കാരുണ്ട്, റിപ്പീറ്റ് ചെയ്ത സമയത്ത് എഴുതിയ ആൾക്കാരുണ്ട്, റിപ്പീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, പാർഷ്യൽ ഡ്രോപ്പ് എടുത്ത എഴുതിയ ആൾക്കാരടക്കം ഇത് വീഡിയോ കാണുന്നുണ്ടാവാം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഒരു വർഷം 2026 സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പോകുന്ന ഫേസുകൾ എന്തൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ ഫേസിലൂടെ കടന്നു പോകേണ്ടത്, അതൊരു വേഗ ഐഡിയനേക്കാൾ ഉപരി കുറച്ചും കൂടി ക്ലിയർ പിക്ചർ ഉണ്ടായാൽ നന്നാവും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഇപ്പോൾ +2 നമ്മൾ എല്ലാത്തിനെ കുറിച്ച് ധാരണ നമുക്കുണ്ടാവും. ആ ധാരണയിൽ നിന്ന് മാറി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അക്കാഡമിക്സ് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചും കൂടി കോൺഫിഡൻസ് ഒക്കെ വരാറില്ലേ. സിമിലർലി നമ്മൾ ഈ ഒരു ഡ്രോപ്പേഴ്സ് ജേണി അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ജേണി നമ്മളൊന്ന് ഒന്നൊന്ന് ഡിസെക്ട് ചെയ്ത് നോക്കുക. ഡിസെക്ട് ചെയ്തിട്ട് ഏതൊക്കെ ഫേസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവുക, അതിലെന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിനൊരു ബെറ്റർ എക്സാമ്പിൾ എന്താണ്, ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ഡിസെക്ഷൻ ആ ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ ഫേസ് ഏകദേശം ഒരു 300 days ഉണ്ട്. ഒരു 10 മാസം ഈ ഒരു വീഡിയോ കാണുന്നതിന് ശേഷം 10 മാസത്തിൽ ചുരുക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 10 മാസത്തെ നമ്മൾ എന്ത് ചെയ്യാം, പല ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിലൊരു നമ്മളൊരു എക്സ്പെർട്ടൈസ് ഒപ്പീനിയൻ്റെയും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 0 ഫേസ് മുതൽ ഒരു 4 ഫേസ് വരെ അങ്ങനെ മൊത്തം 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനത്തെ 3 ഫേസാണ്. ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കടന്നു പോകുന്ന പക്ഷേ ആരും അഡ്രസ്സ് ചെയ്യപ്പെടാത്ത കുറച്ച് ഫേസുകളാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 0th ഫേസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ ഫേസ് ആണ്, അല്ലെങ്കിൽ ഡിസിഷൻ ഓർ കമ്മിറ്റ്മെൻറ്റ് ഫേസ് ആണ്. അതായത് നീറ്റ് 2026 ലോട്ടുള്ള ആ തീരുമാനം എടുക്കുന്നത്, അതായത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടൊരു എക്സാം വളരെ കുറവാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് റേറ്റ് അല്ലെങ്കിൽ സക്സസ് പെർസെൻറ്റേജ് റേറ്റ് വളരെ കുറവ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു 300 ഡേയ്സിലേക്കുള്ള ഈ ഒരു ഹാർഡ് വർക്കിലോട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ആണ് ഫസ്റ്റ് 0th ഫേസ് എന്ന് പറയുന്നത്. അത് എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ഡോപ്പ റിപ്പീറ്റേഴ്സിലോട്ട് വരുന്ന സ്റ്റുഡൻസിനോട് പറയേണ്ട കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് കൺഗ്രാജുലേഷൻ കൊടുക്കണം. അതായത് അവർ ആ ഡിസിഷൻ എടുത്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഡിസിഷൻ പ്ലസ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു ഫേസിൽ, ഈ 0 ഫേസ് എന്ന് പറയുന്ന ആ ഒരു അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു ഫേസിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഞാൻ ഈ ഒരു തീരുമാനം എടുത്തെങ്കിൽ അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റും ആ ഒരു ജേണി, ആ ഒരു തീരുമാനം ശരിവെക്കുന്ന പോലെ അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കാണുന്ന പോലെ എക്സ്ട്രാ ടൈമിലും ഗോൾ അടിക്കും എന്നുള്ള ആ ഒരു ഹോപ്പിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് വരെ നമ്മൾ ആ ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. അപ്പോൾ ഇതിലാണ് ആ ഒരു 0th ഫേസിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. നമ്മൾ തീരുമാനിച്ചു, നമ്മൾ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഉറപ്പുവരുത്തി, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോപ്പ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് നിങ്ങൾ ബാക്കോട്ട് പോകാനോ, നിങ്ങൾ സ്റ്റെപ്പ് ബാക്കോട്ട് എടുക്കാനോ വെച്ച കാല് ബാക്കോട്ട് എടുക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനത്തെ ഒരു ജേണി തന്നെയാണ് ഈ പറയുന്ന ഡ്രോപ്പേഴ്സ്. എസ്പെഷ്യലി റിപ്പീറ്റും സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾ ഉള്ളിൽ നിന്ന് വന്ന തീരുമാനമാണ്. നിങ്ങൾ സ്വന്തം ഒന്നും കൂടി പോളിഷ് ചെയ്യാനും വേണ്ടി എടുത്ത തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അത് എൻ്റെ വരെ പോകാമെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് നൽകേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത് ഇനീഷ്യലി നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നത്തെ ഒരു ഫേസാണ് 0th ഫേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, രണ്ടാമത്തെ ഫേസ് നമ്മളൊരു പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് അതൊരു ഹോസ്റ്റലിൽ പോയാലോ അല്ലെങ്കിൽ ഓൺലൈൻ ആയാലോ ഓഫ്ലൈൻ ആയാലോ ഈ ഒരു ഫേസിൽ കുട്ടികൾക്ക് സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ളൊരു ഫേസ് ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട്. നമ്മൾ നോർമലി പറയാറൊരു 3 weeks എടുക്കും നിങ്ങൾ പുതിയ സ്ഥലത്ത് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുതിയ സ്ഥലത്ത് സെറ്റിൽ ആവുന്ന സമയത്ത് നമുക്ക് കുറേ ഇമോഷണൽ ഇംബാലൻസുകൾ വരും. അതായത് ഒരു കുട്ടി റിപ്പീറ്റ് ചെയ്ത് സൂപ്പർ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് അവർ മെൻ്റലി ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അവരുടെ പഠിച്ച കാര്യങ്ങളൊക്കെ വോളട്ടൈലായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുട്ടി ഇന്നലെ വന്ന് ചോദിച്ചു, സാറേ എനിക്ക് 500 മാർക്ക് ഉണ്ടായിരുന്നു, നീറ്റ് ഞാൻ ഒന്നും കൂടെ എഴുതാൻ പോവുകയാണ്, പക്ഷേ എനിക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ തരത്തിൽ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് നമ്മളൊരു പുതിയൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്തുണ്ടാവും, കുറേ ഡ്രോബാക്സും കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. അപ്പം അത് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി +2 കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ, കുറച്ച് പഠിച്ച സമയത്ത് തന്നെ 99% മാർക്ക് വാങ്ങിയൊരു കുട്ടി 10-12 മണിക്കൂർ പഠിക്കുന്ന സമയത്ത് അവർക്ക് 50% മാർക്കേ കിട്ടുന്നുള്ളൂ ഫിസിക്സിൽ, 70% മാർക്ക് കെമിസ്ട്രി കിട്ടുന്നുള്ളൂ. അപ്പോൾ കുട്ടി പാരൻറ്റും പാനിക്കാവും. അപ്പോൾ അതും എന്താണ്, ഈ ഒരു ഇനീഷ്യേഷൻ്റെ അല്ലെങ്കിൽ ആ സെറ്റിൽ ചെയ്യേണ്ട, നമ്മളൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആ ഒരു ഫേസിൽ വരുന്ന ട്രബിൾസാണ്.
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയാണ് അത് വരുന്നുണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ ഇനീഷ്യലി നമ്മളൊരു 3 വീക്സ് ഒക്കെ എടുക്കും ഒരു പുതിയ ഒരു അറ്റ്മോസ്ഫിയറുമായി കോപ്പപ്പ് ചെയ്ത് പോകാൻ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്, പിന്നെ ഓൾമോസ്റ്റ് നല്ല കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ്, ഭക്ഷണം ഒരു ആവറേജ് ഭക്ഷണമാണ്, കുറേ ഇഷ്യൂസ് വരും. ഈ ഇഷ്യൂസ് നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ഹോം സിക്ക് ആയിട്ടുള്ള ആൾക്കാർ, ഹോം സിക്നെസ് എന്തായാലും ഉണ്ടാവും. ഹോം സിക്ക് എല്ലാവരും ഹോം സിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളെ ഒരു ത്രഷോൾഡ് ലെവലിലെ വ്യത്യാസത്തിലാണ് ആൾക്കാർ അത് എക്സ്പ്രസ് ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ഈ ഒരു ഫേസും കൂടി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇനീഷ്യലി 1 മന്തിലാണ് ഉണ്ടാവുക. സ്റ്റാർട്ട് ചെയ്ത് 1 മന്ത് 21 ഡേയ്സിലൊക്കെ ഏകദേശം ഈ ഒരു സെറ്റിലിംഗ് അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ഫേസ് ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംഭവമാണ്. അത് നിങ്ങൾ ഓവർകം ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജേർണി സക്സസ്ഫുള്ളി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കുറേ ആൾക്കാർ എന്ത് ചെയ്യും, അതിൽ ഒന്ന് ഡൗൺ ആയിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ആദ്യത്തെ 0th ഫേസ്, ഫസ്റ്റ് ഫേസ്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഫേസിലോട്ട് കടക്കാം. അതാണ് നമ്മുടെ ഒരു കോർ ഏരിയയിലോട്ട് കടക്കുന്ന ഒരു ഫേസാണ്. അതായത് ലേണിംഗ് ഫേസ് ഓർ കോർ ലേണിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ ലേൺ ചെയ്ത് തുടങ്ങുന്ന സംഭവമാണ്. ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അക്കാഡമിക്സ് മാത്രമല്ല, നിങ്ങൾ ആ ഒരു ഫേസിൽ നിങ്ങൾ ഇനീഷ്യലി തന്നെ ലേൺ ചെയ്തെടുക്കണം. ആദ്യത്തെ ഒരു 1 to 2 മന്ത്സിൽ വരേണ്ട ഒരു സാധനമാണ്. 1 മന്ത് എടുത്താൽ അവർ സക്സസ് ആണ്, 2 മന്ത് എടുത്താൽ കുറച്ചും കൂടി ലേറ്റ് ആവുന്നു മാത്രം. അപ്പോൾ നമ്മൾ അതിലൊരു ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ചിന്തിക്കുക എന്താണ്, കോൺസെപ്റ്റ് പഠിക്കുക, ചാപ്റ്റർ പഠിക്കുക എന്നുള്ളതാണ്. അതെന്തായാലും ഉണ്ട്, കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തേണ്ടത് നിർബന്ധമാണ് ഇനീഷ്യലി. പക്ഷെ അതിനേക്കാൾ ഉപരി ലേണിംഗ് നമുക്ക് കുറച്ച് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഹൗ അല്ലെങ്കിൽ ലേൺ ടു സ്വിറ്റ് എന്നാണ്. അതായത് നമ്മൾ ഇരിക്കാൻ പഠിക്കുക എന്നുള്ളത് ഫസ്റ്റ് ഒരു കാര്യമാണ്. നിങ്ങൾ ഇതുവരെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിഞ്ഞ് നടക്കുന്ന സമയത്ത് അതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് 10-12 മണിക്കൂർ ഇരിക്കാൻ, പിന്നെ നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇരുന്ന് പഠിക്കാൻ തന്നെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് താൻ ലേൺ ടു സിറ്റ് എന്നുള്ളതാണ്, ഇരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. സാർ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ആദ്യം ഇരുന്ന് പഠിക്കുക, എന്നിട്ട് നമുക്ക് ബുക്ക് എടുത്ത് പഠിക്കുക എന്നുള്ളത് പറയും. രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു മത്സരാർത്ഥി എന്നൊക്കെ പറയില്ലേ, അവർക്ക് അവരുടെ സ്ട്രോങ് ഏരിയനേക്കാളും അറിയേണ്ടത് അവർ വീക്ക് ഏരിയയാണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളത് ലേൺ ടു സോർട്ട് ഔട്ട് യുവർ വീക്ക് ഏരിയാസ്. നിങ്ങൾ വീക്ക് ഏരിയാസ് കുറേ ഉണ്ട്. അത് അക്കാഡമിക്സിലായിക്കോട്ടെ, നിങ്ങളുടെ മെൻ്റൽ ഇതിലായിക്കോട്ടെ, അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ, കഴിഞ്ഞ വർഷത്തെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ വന്ന വീക്ക്നെസ് ആയിക്കോട്ടെ, എനിത്തിങ് നിങ്ങൾ വീക്ക് ഏരിയ എന്ത് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ലേൺ ടു അപ്രോച്ച് MCQ. നിങ്ങളൊരു MCQ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. അത് നിങ്ങൾ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാകും. പക്ഷേ അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയകളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് തന്നെയാണ് നീറ്റ് കിട്ടുന്നുണ്ടാവുക. ഇപ്പോൾ ഈ ഒരു സംഭവമൊക്കെ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ ഇനീഷ്യൽ ഫേസിൽ തന്നെ എന്ത് ചെയ്യണം, MCQ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ടോപ്പിക്ക് വന്നാൽ എങ്ങനെയാണ് അത് നമ്മൾ സോർട്ട് ചെയ്തെടുക്കേണ്ടത്, അതിൻ്റെ ഒരു റൂട്ട് എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതാണ് ലേണിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ലേണിംഗ് ഫേസിൽ നമ്മൾ ഡെഫിനറ്റ്ലി ക്ലാസ് കേട്ട് തുടങ്ങണം. ക്ലാസ് കേട്ട് തുടങ്ങുന്നതിന് പാരലൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിന് കൂടെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് വേണ്ടെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ആദ്യത്തെ ഒരു മാസം നിങ്ങളുടെ ആ ഒരു ഈ പറയുന്ന സെറ്റിലിംഗ് ഫേസിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്റ്റിമൈസേഷൻ, നമ്മൾ അക്ലിമറ്റൈസ് ചെയ്യുന്ന പരിപാടിയല്ലോ, അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്, ഈ പറയുന്ന ലേണിംഗ് ഒന്നും കൂടി. അത് പാരലലി പോകേണ്ട ഒരു കാര്യമാണ്. ഇനിയാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫേസ് വരാൻ പോകുന്നത്, 3rd and 4th ഫേസ്. 3rd ഫേസിൽ വരേണ്ടതാണ് ലേണിംഗ് പ്ലസ് പ്രാക്ടീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുന്ന, പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലേൺ ചെയ്ത് മാത്രം ചെയ്താൽ പോരാ. നമുക്ക് നോർമലി ഈ ഒരു ഒബ്സഷൻ വന്നിട്ട് അത് കോൺസെപ്റ്റ് റെഡി ആവട്ടെ, ക്ലാരിറ്റി വരട്ടെ, ഒന്നുകൂടി റെഡി ആവണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം നമുക്ക് വേണ്ടത് ഒരു അധ്യാപകൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ലേൺ ചെയ്തു അല്ല, അതൊന്ന് റെഡി ആയതിനു ശേഷം പിന്നെ പോയിട്ടൊന്ന് പഠിച്ച് ഒന്നും കൂടി ലേൺ ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല വരേണ്ടത്. അത് നിങ്ങൾ ലേൺ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം എന്ന് പറഞ്ഞത്. ഇതിൽ വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കാണുന്ന ഒരു മണ്ടത്തരം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇനീഷ്യലി നമ്മളെല്ലാവരും സൈക്കോളജി പ്രകാരം നമ്മളെന്താണ്, എല്ലാ ആൾക്കാരും ഉണ്ട്, കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ്, എല്ലാ ദിവസവും എക്സാംസ് നടക്കും, അല്ലെങ്കിൽ എല്ലാ വീക്കിലും നമ്മൾ ഷോർട്ട് എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ടാവും. ഈ ഷോർട്ട് എക്സാമിൽ നമ്മൾ ഈ ലേണിംഗ് പ്ലസ് പ്രാക്ടീസിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ പ്രശ്നമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഈ ഷോർട്ട് എക്സാമിൽ നമ്മൾ റാങ്ക് വരണം, നമ്മൾ പാരൻസ് ഹാപ്പി, നമ്മൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. കാരണം മാർക്ക് ഇങ്ങനെ വീട്ടിലോട്ട് പോകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ 1, 2, 3 റാങ്ക് വരണം. നോർമലി നമ്മളെങ്ങനെ സംഭവിക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏത് സ്ഥലത്തായിക്കോട്ടെ, നമ്മളൊരു ചാപ്റ്റർ കഴിഞ്ഞാൽ, 2 ചാപ്റ്റർ കഴിഞ്ഞു വിചാരിക്കാം. ഓക്കെ, ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ എക്സാംസ് നടക്കുക ഏകദേശം 3 or 4 ഡേയ്സ് കഴിഞ്ഞിട്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സമയത്ത് ചാപ്റ്റർ പഠിക്കും. ഈ 3 or 4 ഡേയ്സ് കഴിയുന്ന സമയത്ത് ഇതിനിടയിൽ 2-3 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്കൊരു ദിവസം 3-4 ദിവസം കഴിഞ്ഞ ശേഷം എക്സാം വരുന്ന സമയത്ത് അതിന് തലേന്ന് എന്ത് ചെയ്യും, ഈ എക്സാമിൻ്റെ ടോപ്പിക്ക് പഠിക്കും. അതായത് 2 or 3 or 4 ഡേയ്സ് ബാക്ക് എടുത്ത ചാപ്റ്റർ ചെയ്യാറും അതിൻ്റെ പഠനം നമ്മൾ ഇൻറ്റൻസീവായി പഠിക്കുന്നത് എക്സാമിൻ്റെ തലേന്നാവും. അപ്പോൾ ആ എക്സാമിന് തലേന്ന് പഠിക്കുന്ന സമയത്ത് അന്ന് എടുത്ത സബ്ജക്റ്റ് നമുക്ക് പ്രോപ്പർലി പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ വീക്കിലും ഇപ്പോൾ 2 എക്സാമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം 8 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു റൂട്ടീൻ കൊണ്ടുപോകേണ്ടി വരും.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ 8 ചാപ്റ്റർ അന്നാന്നൊരുത്ത 8 ചാപ്റ്ററിൻ്റെ പിന്നെ ഏരിയ നമ്മൾ വീക്കാവും. ഇങ്ങനെ ഇത് അക്യുമുലേറ്റ് ചെയ്ത് അവസാനം റിവിഷൻ സമയത്ത് കുറച്ചൊരു 20-30% ചാപ്റ്റർ നമുക്ക് എന്തുണ്ടാവില്ല, ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു മിസ്റ്റേക്കാണ്. നോർമലി നമ്മൾ ഈ പറയുന്ന ഷോർട്ട് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലേണിംഗ് പ്ലസ് പ്രാക്ടീസിൽ പെട്ട സാധനമാണ്, അല്ലെങ്കിൽ പ്രാക്ടീസിൽ പെട്ട സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു 30 ക്വസ്റ്റ്യനിൽ 60 ക്വസ്റ്റ്യൻ്റെ എക്സാം കഴിഞ്ഞാൽ 30 നിങ്ങൾ ശരിയാക്കി, 15 നിങ്ങൾ തെറ്റിച്ചു, 15 നിങ്ങൾ എന്ത് ചെയ്തു, ഒഴിവാക്കി. അപ്പോൾ പക്ഷേ ആ ഒഴിവാക്കിയ 15 തെറ്റിച്ച 15 നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്, അല്ലെങ്കിൽ ആ 60 ക്വസ്റ്റ്യനും നിങ്ങൾ പുതുതായി പരിചയപ്പെടുന്ന പ്രാക്ടീസിൽ പെട്ടൊരു സംഭവമാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്ത് മറ്റു ഗ്രാൻഡ് എക്സാമുകളുടെ സ്കോർ കുറക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് കുറക്കേണ്ട കാര്യമില്ല. വരുന്ന എക്സാമിൻ്റെ തലേന്ന് ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഹാഫ് ആൻ അവർ നിങ്ങൾ മുന്നേ പ്രിപ്പയർ ചെയ്ത നോട്ടോ ഇക്വേഷൻ ബുക്ക് ഒന്ന് മറിച്ച് നോക്കുക, പോയി എക്സാം ചെയ്താൽ അതിൽ 1-2 റാങ്ക് കിട്ടുന്ന യാതൊരു കാര്യമില്ല. ചിലപ്പോൾ ഒരു മൈനർ സന്തോഷം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല നമ്മുടെ സന്തോഷം. നമ്മൾ ഈ പറയുന്നതാണ് പിന്നെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആൾക്കാരാണ്. നമ്മൾ നീറ്റ് എക്സാമിൻ്റെ മാർക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് എക്സാമിൽ നിന്ന് ആ ഒരു ട്രാപ്പിൽ പെടാതെ ഗ്രാൻഡ് എക്സാമിലോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം ലേൺ പ്ലസ് പ്രാക്ടീസ് ഫേസിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത്, ഇങ്ങനത്തെ ഈ പറയുന്ന നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അത് ഏത് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഗ്രാൻഡ് എക്സാമുകളിൽ ക്യുമുലേറ്റ് ചെയ്ത് വരുന്ന എക്സാമുകൾ നല്ല സ്കോർ ചെയ്യാൻ നോക്കുക. നല്ല സ്കോർ ചെയ്യാൻ നോക്കണമെങ്കിൽ എല്ലാ ചാപ്റ്ററിനെ കുറിച്ചും നല്ല വ്യക്തമായ ധാരണ വേണം. വ്യക്തമായ ധാരണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലേൺ പ്ലസ് പ്രാക്ടീസ് എന്ന് പറയുന്ന, അതായത് ലേണിങ്ങും കൂടുതലുള്ള പ്രാക്ടീസും ആ ചാപ്റ്ററിന് നിങ്ങൾ 100% കൊടുത്തിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ സമയത്ത് പുലികളെ പോലെ എന്ത് ചെയ്യാം, നല്ല മാർക്ക് വരാം. ഗ്രാൻഡ് ടെസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാത്തിനും 90% മുകളിൽ ഇങ്ങനെ മാർക്ക് വാങ്ങിക്കൊണ്ടിരിക്കാം. അതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ആദ്യത്തെ ഷോർട്ട് എക്സാമിൽ മാർക്കൊന്നും ഒരാൾ പോലും നോക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല കുറച്ചും കൂടി കഴിഞ്ഞാൽ. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഏത്, നമ്മൾ റിവിഷൻ ഫേസ് അല്ലെങ്കിൽ പ്രാക്ടീസ് ഫേസ് എന്ന് പറയുന്ന ഫേസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോർമലി റിവിഷൻ തന്നെയാണ് നോക്കുക. കുറച്ചും കൂടി മിടുക്കരായ ആൾക്കാർ എന്ത് ചെയ്യും, റിവിഷൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യും, അവർ അതായത് പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, അവരെന്ത് ചെയ്യും, സ്കെഡ്യൂളൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ റിവിഷനെ സംബന്ധിച്ച് എല്ലാവരും കൺഫ്യൂഷൻ ആവുന്ന സ്ഥലമാണ്. കാരണം 84 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏത് ആദ്യം പഠിക്കണം, ഏത് ടഫാണ്, ഏതാണ് പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, സ്ട്രോങ്ങർ ഏരിയക്കാണോ വീക്കർ ഏരിയക്കാണോ, ഏത് ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്, മുന്നത്തെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഡോപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മാസ്റ്റർ ആയിട്ടുള്ള ഏരിയ ആണ് റിവിഷൻ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റിവിഷൻ പ്ലാൻ നമ്മൾ കുറേ പിന്നെ അടിപൊളിയായിട്ടൊരു ഗെയിമൊക്കെ പോലെയാണ് നമ്മൾ കുട്ടികൾ റിവിഷനെ കൊണ്ടുപോകാറുള്ളത്. ഭയങ്കര എന്തൂസിയാസമാണ്. അപ്പം റിവിഷൻ ഇമ്പോർട്ടൻ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എത്ര പുലികളാണെങ്കിലും എത്ര ടോപ്പേഴ്സ് ആണെങ്കിലും റിവിഷൻ പാളിയോ നീറ്റ് പാളി, അത് യാതൊരു മടിയും കൂടാതെ എനിക്ക് പറയാൻ പറ്റും. റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊരു എക്സാമിനും എന്തൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും റിവൈസ് ചെയ്തില്ലെങ്കിൽ നിനക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം റിവിഷൻ നന്നായാൽ നിൻ്റെ നീറ്റ് നന്നായി എന്നുള്ളത് തന്നെയാണ്. അപ്പം റിവിഷൻ ഫേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഒരു പോളിഷൊക്കെ ചെയ്യുന്ന പോലെയാണ്, നമ്മൾ അവസാനം ഒന്ന് പോളിഷ് ചെയ്യുന്ന പോലെയാണ്. ഈ നമ്മളിപ്പോൾ ഒരു നീറ്റിൻ്റെ ജേണി എന്നോട് പറയുകയാണ്, നീ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടാന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അവസാനത്തെ 3-4 മാസത്തോട്ടുള്ള റിവിഷനും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആ ആദ്യത്തെ 7 മാസം നടക്കും എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇത്രയും ഫേസൊക്കെ നമ്മൾ അവസാനത്തെ ഫേസിനോട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അവസാനത്തെ ഒരു 3-4 മാസം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ക്വസ്റ്റ്യൻ വരുന്നാൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിലും അത് പിന്നെ തീർത്ത് അത് റെഡിയാക്കി അത് ശരിയാക്കി ആ ഒരു ത്രില്ല് കിട്ടാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് കാണേണ്ടത്. ഇനി റിവിഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിവിഷനിൽ പിന്നെ പ്രോപ്പർ സ്കെഡ്യൂൾ വേണം. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് അതിൻ്റെ സ്കെഡ്യൂളിനെ ട്രസ്റ്റ് ചെയ്യണം. ഓക്കെ, നമുക്കാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ പറ്റും, നമ്മൾ ഓരോ പിന്നെ മൊഡ്യൂളായിട്ട് അതിൻ്റെ ഇടയിൽ കുറേ ഗ്രാൻഡ് എക്സാമും കുറേ സർപ്രൈസ് ടെസ്റ്റുകളും കുറേ ബേബി സ്റ്റെപ്പ് അങ്ങനെ കുറേ ഇവൻറ്റ്സ് നമ്മളിതിൽ വരാനുണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്ന അക്കാഡമിക് ടീം അതിലും നന്നാക്കാനുള്ള പിന്നെ ഓട്ടപ്പാച്ചിൽ നടന്നുകൊടുക്കുകയാണ്. അപ്പം റിവിഷൻ ഫേസിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സില്ലി മിസ്റ്റേക്സ് നമുക്ക് കുറേ വരാറുണ്ട്, അത് ഒഴിവാക്കണമെങ്കിൽ കൈൻഡ് ഓഫ് കോൺഷ്യസ്നെസ് വേണം. അങ്ങനത്തെ കുറേ ഏരിയകൾ എന്ത് ചെയ്യണം, ഈ പിന്നെ റിവിഷൻ ഫേസിൽ ഒഴിവാക്കേണ്ടതുണ്ട്. മാക്സിമം മോക്ക് എക്സാംസ് ചെയ്യണം. മോക്ക് എക്സാംസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഡെയിലി ബേസ് ചെയ്തിട്ട് അവസാനത്തെ ഒരു മാസമൊക്കെ ഡെയിലി ബേസ് ചെയ്തിട്ട് മോക്ക് എക്സാംസ് ചെയ്യണം. ഓക്കെ, അതിൽ നിങ്ങളുടെ സ്കോർ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഒരു റിവിഷനിലേക്ക് വരുന്നതിന് മുന്നേ കിട്ടുന്ന മാർക്കിനേക്കാളും കുറച്ച് മാർക്ക് കുറയും റിവിഷനോട്ട് വരുന്ന സമയത്ത്. കാരണം നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ ബ്രെയിൻ ഒന്ന് റിഫ്രഷ് ചെയ്ത്
ഒക്കെ ഒന്ന് സ്റ്റോക്കൊക്കെ ചെയ്ത് റെഡി ആക്കിയിരിക്കുന്ന സമയത്ത് കുറച്ച് മാർക്ക് ഒന്ന് ഡിപ്പായി പോകുന്നുണ്ടാവും. ആദ്യത്തെ മോക്ക് എക്സാംസിലൊക്കെ മാർക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവുക, അപ്സ് ആൻഡ് ഡൗൺ സൈഡിൽ തന്നെ പോകുന്നുണ്ടാവുക. പിന്നെയാണ് എന്ത് ചെയ്യുക, അവസാനത്തെ ഒരു മാസമൊക്കെയാണ് അടിച്ച് കയറുന്നുണ്ടാവുക. അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രോസസ്സ് മനസ്സിലാക്കി പിന്നെ റിവിഷൻ ഫേസിൽ ഒന്ന് മാർക്ക് കുറഞ്ഞിട്ടേ കൂടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പിന്നെ മനസ്സിലാക്കിയാൽ വളരെ സന്തോഷം. നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി ബൂസ്റ്റ് ആവും. ഈ ഫേസിൽ ഒരേ കുട്ടികൾ പിന്നെ നേരിടുന്നൊരു പ്രശ്നമാണ് എന്ത്, അവസാനത്തെ സമയത്തുള്ള സില്ലി മിസ്റ്റേക്സ് അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ്. അത് ആ സമയത്ത് പറയേണ്ട കാര്യമാണ്. എനിവേ ഇപ്പം തന്നെ പറയാം. നമ്മൾ ഈ സില്ലി മിസ്റ്റേക്സ് വരാൻ കുറേ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അശ്രദ്ധ മൂലം തന്നെയാണ് വരുന്നുണ്ടാവുക മെജോറിറ്റി. പിന്നെ ചില ആൾക്കാർ ഈ പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഇത് സില്ലി മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കാരണം എന്താവും, അവർക്ക് ആ കോൺസെപ്റ്റോ ആ ക്വസ്റ്റ്യനോ 100% അറിയാത്തതുകൊണ്ടാണ്. അതായത് 90% അറിഞ്ഞാൽ പോലും നമുക്ക് സില്ലി മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ എക്സാം ഹാളിൽ എനിക്കത് അറിയായിരുന്നു, പിന്നെ ബബിൾ ചെയ്തപ്പോൾ മാറി ബബിൾ ചെയ്തു, എനിക്കിതാ ഡൗട്ട് അടിച്ചു പോയി, അല്ലെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് സമയത്ത് ബ്ലാങ്ക് ആയിപ്പോയി. ഇതൊക്കെ റീസൺ കോൺഫിഡൻസിൻ്റെ കുറവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് 100% അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഓരോ കോൺസെപ്റ്റും ഫുള്ളായിട്ട് അറിയണം. നമ്മൾ ബോർഡ് എക്സാം പോലെയല്ല, ഫുള്ളായിട്ട് അറിഞ്ഞില്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യത ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റിയാൽ ഒരു മാർക്ക് കുറയും. ഓക്കെ, അതുകൊണ്ട് ഈ സില്ലി മിസ്റ്റേക്സ് ഒഴിവാക്കാൻ ഇനീഷ്യൽ ഫേസിൽ തന്നെ എന്ത് ചെയ്യണം, കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വരുത്തണം, പ്രോപ്പർ പ്രാക്ടീസ് ഉണ്ടാവണം. എന്നാലേ റിവിഷൻ ഫേസിൽ നമുക്ക് തിളങ്ങാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു 5 ഫേസാക്കി തിരിച്ച് 0 മുതൽ 4 ഫേസ് വരെ ഡിവൈഡ് ചെയ്തത്. ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മളൊരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഇതൊന്നും ഓർഡറിലാക്കി പ്ലേസ് ചെയ്തത് മാത്രമാണ്. അപ്പോൾ ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യൽ ആദ്യത്തെ 2 ഫേസിലുള്ള കോംപ്ലിക്കേഷൻസോ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അവസാനത്തെ റിവിഷൻ ഫേസിലോട്ട് ഒരുങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ടാവും. അപ്പം പറയാനുള്ളത്, ഈ ഒരു വർഷം നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നീറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാർ, ഏത് എക്സാമിനും ഇൻറ്റൻസീവായി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ ചേഞ്ചസ് വരാനുണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലായിക്കോട്ടെ, നിങ്ങളുടെ പേഷ്യൻസിലായിക്കോട്ടെ, നിങ്ങളുടെ ക്യാരക്ടറിലായിക്കോട്ടെ, നിങ്ങളുടെ മറ്റേ ദേഷ്യം, ആംഗ്രി, അതിലൊക്കെ എന്ത് ചെയ്യും, കുറേ മാറ്റങ്ങൾ വരും. അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് പേഴ്സണലിയും അതുപോലെ ഫ്യൂച്ചറിലും നിങ്ങൾ ഏത് പ്രൊഫഷണൽ ലൈഫിലോട്ടൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന, നീറ്റ് പോകുന്ന എല്ലാവർക്കും നീറ്റ് കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഹാർഡ് വർക്ക് ചെയ്യണം, പ്രോപ്പർലി ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഈ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യണം. ഈ റേസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളും നിങ്ങൾക്ക് ലൈഫിൻ്റെ വിഷനിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളെ തന്നെ നിങ്ങൾ ഇൻവെൻറ്റ് ചെയ്യുന്നിടത്ത് കുറേ മാറ്റങ്ങൾ വരും. നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ ഭാവിയിലോട്ടുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് കിട്ടും ഒരു വർഷം കൊണ്ട്. ഓക്കെ, അത് മോർ ദാൻ നീറ്റോ നിങ്ങളുടെ കോഴ്സിനേക്കാൾ ഉപരി നിങ്ങൾ പേഴ്സണലി ആയിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ ഏരിയയിലും നിങ്ങൾ ഡെവലപ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്തായാലും കിട്ടുന്നുണ്ടാവും, അക്കാഡമിക്സിലായിക്കോട്ടെ ബാക്കിയുള്ള കാര്യത്തിലായിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, യു ഹാവ് ടു കംപ്ലീറ്റ് റേസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആ റേസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഒരു പ്രോപ്പർ സ്പോർട്സ്മാൻ ആവും, അത് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഡിസിഷൻ, ആ ഒരു ഫേസ് എന്ത് ചെയ്യുക, അവസാനം വരെ കീപ്പ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഈസി ആയിട്ടുള്ള ജോബല്ല നീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ. അത് ആര് എന്ത് പറഞ്ഞാലും ഈസിയാണ്, അല്ലെങ്കിൽ +2 എനിക്ക് ഇത്ര % മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ, 70% മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് നീറ്റ് ഇത്ര കിട്ടി. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇത് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പാടില്ല. കാരണം ഈ 70 അല്ലെങ്കിൽ 80% മാർക്ക് വാങ്ങി തീരെ പഠിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ തീരെ പ്രിപ്പയർ ചെയ്യാത്ത, തീരെ മെനക്കെടാത്ത ഒരാൾ, പഠിക്കാത്തതിനേക്കാൾ ഉപരി മെനക്കെടാത്ത ഒരാൾ ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഈ ഗ്യാപ്പ് വലുതാവും. ചിലപ്പോൾ ആ നീറ്റ് കിട്ടാനും +2 കഴിഞ്ഞും ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് വലുതാവും. ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഇത്രയും സമയം പ്രിപ്പയർ ചെയ്യാത്തതിനുള്ള എഫേർട്ട് എക്സ്ട്രാ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക ഇവിടെ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പറയാനുള്ള പോലെ 1 ബെസ്റ്റ് അറ്റംപ്റ്റ്, അത് നിങ്ങളെ ഒരു സക്സസ്ഫുൾ ഒരാളാക്കി മാറ്റും. ആ ബെസ്റ്റ് അറ്റംപ്റ്റ് ആണോ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി സ്വന്തമായി ചോദിച്ചുകൊണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ നീറ്റിലേക്ക് കയറി പോകാൻ പറ്റും. ഓക്കെ, ഇത്രമാത്രം പറയാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റ്സ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ അവരെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസിനും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.